കാട്ടുമുത്തപ്പന് ആക്സിഡന്റോ? ആക്സിഡന്റ് ആണോ ആക്രമണമാണോ എന്നാ സംശയം. ചുവന്ന കളറുള്ള ഒരുത്തനില്ലേ, അവൻ മുത്തപ്പനെ കുത്തി വീഴ്ത്തി. എവിടെ? മുതുകത്താ കുത്തിയത്. ഛേ, അതല്ലടോ, കാട്ടുമുത്തപ്പൻ എവിടെയാ കിടക്കുന്നതെന്ന്. ഓ അതാണോ, അത് ഞാൻ കാണിച്ചു തരാം, വാ. ബോധമില്ല. താൻ പോയി വൈദ്യരെ വിളി വേഗം. ഉണർന്നാൽ താൻ എൻ്റെ സ്വപ്നത്തിന്റെ കാര്യം കൂടി ചോദിക്കണേ. താനും തൻ്റെ ഒരു സ്വപ്നവും. പോയി വൈദ്യരെ വിളിക്കണോ? വൈദ്യരേ. ഏ, വൈദ്യര് സ്ഥലത്തില്ലേ? ഇനി എന്തു ചെയ്യും? ഷേരു നിൽക്കൂ. ഷേടാ, ഷേരു വന്നില്ലല്ലോ. ഏ, അത് വൈദ്യരല്ലേ? വൈദ്യരെ, ഷേരു വൈദ്യരെ അന്വേഷിച്ച് പോയതാ. ഞാനൊരു യാത്രയിലായിരുന്നു. ഏ, കാട്ടുമുത്തപ്പന് എന്തു പറ്റി? ഷേരു കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്തി. ആ സമയത്തൊരു ഇതാണ് സംഭവം. എങ്ങനെയെങ്കിലും കാട്ടുമുത്തപ്പനെ രക്ഷിക്കണം വൈദ്യരെ. രക്ഷിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ മിക്ക മരുന്നുകളും കാട്ടുമുത്തപ്പന്മാർക്ക് ഫലിക്കില്ല. മരുന്ന് അവരുടെ ലോകത്ത് നിന്ന് കൊണ്ടുവരണം. ഏ, തൽക്കാലം മുത്തപ്പനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിക്കിടത്തണം. ഇവിടെ അടുത്തൊരു ഗുഹയുണ്ട്. ഷേരു വന്നില്ലല്ലോ. അപ്പൂപ്പ, ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഉണ്ടാകുമല്ലോ. ഈയിടെയായി നിന്റെ ഡ്രൈവിംഗ് തീരെ പോരാ. നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കല്ല, എന്റെ കുന്തം പിടിച്ചൊരുത്തൻ വീണു അപ്പൂപ്പ. ഏ, അതാര്? ഏതായാലും നീ ആ കഥ കടച്ചോ. ഷേപ്പ് കണ്ടിട്ട് ഏതോ ചാത്തനാ. ഏറിലാ നിൽപ്പ്, അടുത്തൊരു കടുവയും. ഏ, അതേത് ചാത്തൻ? ഏതായാലും നീയൊന്ന് സൂക്ഷിച്ചോ. പുള്ളി തട്ടിപ്പോയാൽ പോലീസ് കേസാ. അയ്യോ അയ്യോ, ചാത്തൻ പോലീസ്. കുട്ടൂസാ, വാതില് തുറക്ക്. ഓ, ഡാഗണിയാ, തുറന്നോ. എന്താടാ കഥകൊക്കെ അടച്ചിട്ട്? പോലീസിനെ പേടിച്ചിട്ടാ. കുട്ടൂസൻ കാര്യമെല്ലാം പറഞ്ഞു. കുട്ടൂസാ, ഡ്രൈവറാകാൻ പ്രായവും പക്വതയും ഒക്കെ വേണം. ഇവനേ അതില്ല. എന്നാ പിന്നെ പ്രായമായ അമ്മൂമ്മ തന്നെ ഓടിക്ക്. അല്ല പിന്നെ. ആ, പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രായം കുറയ്ക്കുന്ന ഏതോ ഒരു മരുന്നുണ്ട്. പക്ഷേ അതിൽ പൊടിച്ചിടാനൊരു കല്ല് വേണം. കല്ല് ഇഷ്ടം പോലെ മുറ്റത്തുണ്ട്, വാരിയെടുത്തോ. ആ കല്ലല്ല, ഏതോ നീലക്കല്ല്. എടാ, നീ പോയി കുന്തമിടിച്ച ആ പുള്ളിക്ക് വല്ലതും പറ്റിയോന്ന് നോക്കടാ. പക്ഷേ ചാത്തൻ പോലീസ്.